Hello, good evening. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റിയോ തന്നെ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? 22ാം ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്ന് വായിക്കാം. കൗണ്ട് പഠിച്ചില്ലായിരുന്നു. കൗണ്ട് ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റോ? അത് ചെയ്ത ആരെങ്കിലും ഉണ്ടോ? അതായത് ഡിപ്പാർട്ട്മെന്റ് മാത്രം കൗണ്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചായിരുന്നല്ലോ. കൗണ്ട് സ്റ്റാർ കൊടുത്താൽ മതിയല്ലോ. കൗണ്ട് സ്റ്റാർ കൊടുത്തില്ലേ നമ്മൾ കൗണ്ട് ചെയ്യുന്നേ? അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. കൗണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചായിരുന്നു. അത് യൂസ് ചെയ്തിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ. ഓക്കെ. ആ ക്വസ്റ്റ്യൻ പറഞ്ഞോളൂ. 21 എന്തായിരുന്നു? ജെനിമോൾ 22 ചെയ്തായിരുന്നോ? 22 കിട്ടിയായിരുന്നോ? ഓക്കെ. ഇത് മൂന്ന് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? തസ്നി. ഓക്കെ. അമൽ 21ഉം 23യും ചെയ്തായിരുന്നോ? ഓക്കെ. ഓക്കെ. 24 ചെയ്തോ അമൽ? ഓക്കെ. അപ്പൊ ഞാൻ ക്ലാസ് കഴിയുന്നതിന് മുമ്പായിട്ട് അതൊന്നും കൂടി പറയാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. നമ്മുടെ മൈസ്ക്വയറിന്റെ ക്ലാസ് ഇന്ന് കൊണ്ട് കഴിയും. നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടി ഉള്ളു പഠിക്കാനായിട്ട്. അത് നമുക്ക് ഇന്ന് പഠിക്കാം. എന്നിട്ട് ഇതും കൂടി ചേർത്ത് വീണ്ടും ഞാൻ ഒരു 30 ക്വസ്റ്റ്യനും കൂടി ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി പഠിക്കും. ഓക്കെ. സ്ക്രീൻ ഓക്കെ ആണോ? ഇപ്പോഴോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൈമറി കീസിനെയും കൺസ്ട്രെയിൻസിനെ കുറിച്ചിട്ടാണ്. കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് കീസ് ആണ്. ഓക്കെ. നമുക്ക് കുറച്ച് കീസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ആ കീസിനാണ് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പ്രൈമറി കീ ഫോറിൻ കീ ആണ് ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മൾ ഡേറ്റാബേസ് യൂസ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രെയിൻസ് ആണ്. കൺസ്ട്രെയിൻസ് തന്നെ പ്രൈമറി കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്. പ്രൈമറി കീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ടേബിളില് യുണീക്ക് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു റെക്കോർഡാണ്. ആ ഒരു ടേബിളിൽ ആ ഒരു റെക്കോർഡ് മാത്രമേ എപ്പോഴും യുണീക്ക് ആയിരിക്കും. ഓക്കെ. അതേപോലെ ഒരു ടേബിളിൽ ഒരൊറ്റ പ്രൈമറി കീ മാത്രമേ കാണൂ. ഓക്കെ. എല്ലാ ടേബിൾസിലും ഒരു പ്രൈമറി കീ കാണും. ആ കീ ആണ് ആ ഒരു ടേബിളിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കോർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ പ്രൈമറി കീ എപ്പോഴും നമ്മൾ ഫിൽ ചെയ്തിരിക്കണം. അവിടെ ഒരിക്കലും ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. അതായത് നൾ ആക്കി ഇടാൻ പാടില്ല. എപ്പോഴും പ്രൈമറി കീ ഫിൽ ആയിരിക്കണം. എങ്കിൽ മാത്രമേ പ്രൈമറി കീ യൂസ് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഒരു പേഴ്സൺ, ആ പേഴ്സന്റെ ID കാണും, നെയിം കാണും, അഡ്രസ്സ് കാണും. ഇത് മൂന്ന് കാര്യത്തിലും നമുക്ക് പ്രൈമറി കീ ആയിട്ട് വെക്കാൻ പറ്റുന്ന എപ്പോഴും ID ആയിരിക്കും. കാര്യം എന്താ? നെയിം ആ എംപ്ലോയി അല്ലെങ്കിൽ ആ പേഴ്സന്റെ തന്നെ നെയിം വേറൊരാൾക്ക് കാണും. അഡ്രസ്സും അതുപോലെ ആയിരിക്കും. പക്ഷെ ID എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൺ മാത്രമേ കാണത്തുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് എംപ്ലോയി ID അങ്ങനെയാണ്. ഇപ്പൊ ഒരു
സ്റ്റുഡന്റ് ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റുഡന്റിന്റെ രജിസ്റ്റർ നമ്പർ കാണും, നെയിം കാണും, മാർക്ക് കാണും, ഗ്രേഡ് കാണും. അപ്പൊ ഇവരുടെ കൂട്ടത്തിൽ ഏതായിരിക്കും പ്രൈമറിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ഐഡി ആയിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴും ഈ ഐഡി, അതായത് യൂണീക് വാല്യൂ ആയിരിക്കും എപ്പോഴും പ്രൈമറിക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത്. ആ വാല്യൂ ആ ഒരു പേഴ്സണിന് മാത്രമേ കാണൂ, വേറെ ആർക്കും അത് കാണില്ല. അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള റെക്കോർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രൈമറി കീ എന്ന് പറയുന്നത്. അപ്പൊ ഓൾറെഡി നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പ്രൈമറി കീ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തങ്ങ് പോവാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഞാൻ അതിന് വേണ്ടി ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണ്. ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി. ഓക്കെ, എംപ്ലോയി എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ കൊടുക്കുവാണ് എംപ്ലോയി ഐ ഡി, എംഐഡി 5 കൊടുത്തു. ദെൻ നെയിം കൊടുക്കുന്നു, നെയിം വാസ്കാറിൽ കൊടുക്കുന്നു. പിന്നെ ഏജ് കൊടുക്കുന്നു, ഏജ് ഇൻ്റാണ്. ഓക്കെ, അപ്പോൾ ഒരു എംപ്ലോയിയുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആ ടേബിളിൽ ഉള്ളത്. അപ്പൊ ഈ ടേബിളിൽ ഏത് കാര്യമായിരിക്കും നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. നെയിം ആണോ, ഏജ് ആണോ, അതോ ഐ ഡി ആണോ? ഐ ഡി ആണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രൈമറിക്ക് സെറ്റ് ചെയ്യണം. പ്രൈമറിക്ക് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, എവിടെയാണോ നമുക്ക് പ്രൈമറിക്ക് സെറ്റ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞ് സ്പേസ് കൊടുക്കുക, പ്രൈമറി കീ എന്ന് കൊടുക്കുക, പ്രൈമറി സ്പേസ് കീ എന്ന് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ കുറെ ഓക്കെ ആയി. ഇനി നമുക്ക് നമ്മുടെ ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. ടേബിളിന്റെ സ്ട്രക്ചർ കാണാൻ വേണ്ടി നമ്മൾ എന്തായിരുന്നു കൊടുക്കേണ്ടത്? അല്ലല്ല, സ്ട്രക്ചർ കാണാനായിട്ട് DESC ടേബിളിന്റെ പേര്, DESC നമ്മുടെ ടേബിളിന്റെ പേര് എംപ്ലോയി. അപ്പൊ ഇതാണ് നമ്മുടെ ടേബിളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കീ ആക്കി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി ഐ ഡി ആണ്. സോ എന്തായിരിക്കും ആ എംപ്ലോയി ഐ ഡിയുടെ അവിടെ പ്രൈമറി എന്ന് പറഞ്ഞു വന്നു. കണ്ടോ? അപ്പൊ നമുക്ക് ഇവിടെ ഏതാണോ യൂണീക്ക് ആയിട്ടുള്ളത് നമുക്ക് പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റെക്കോർഡ് ഒരിക്കലും ബ്ലാങ്ക് ആക്കി ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞള്ളിന്റെ അവിടെ വന്നത് കണ്ടോ? കാര്യം എന്താ, അത് ഞള്ളാക്കി ഇടാൻ പാടില്ല. ഇപ്പോഴും അവിടെ ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. ബാക്കി കോഴ്സിൽ വാല്യൂസ് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പ്രൈമറി കീ നമ്മൾ എപ്പോഴും ഒരു വാല്യൂ കൊടുത്തിരിക്കണം. അപ്പൊ ഇങ്ങനെയാണ് പ്രൈമറി കീ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ ആയോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തന്നെ ചെയ്തു നോക്കി.
ഓക്കെ ആണോ? ഓക്കെ. ഇനി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പ്രൈമറി കീ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ പ്രൈമറി കീ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്ത് കളയണം എന്ന് വിചാരിക്കാം. ഓക്കെ, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓൾട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. ഓൾട്ടർ കൊടുക്കുക, ഓൾട്ടർ ടേബിൾ, ടേബിളിന്റെ പേര് കൊടുക്കുക, എംപ്ലോയി, ഓൾട്ടർ ടേബിൾ എംപ്ലോയി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഡ്രോപ്പ് കൊടുക്കുക, ഡ്രോപ്പ് പ്രൈമറി കീ. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത പ്രൈമറി കീ ഡിലീറ്റ് ചെയ്യുന്നതാണ്. പ്രൈമറി കീ കൊടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്വറി ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. നോക്കുക, അപ്പൊ ഈ പ്രൈമറിക്ക് അവിടെ നിന്ന് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടോ? ഇപ്പോഴും ഞാൻ പറഞ്ഞു എല്ലാ ടേബിളിലും ഒരു പ്രൈമറി കീ കാണുമെന്ന് പറഞ്ഞു. ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നോ വന്നത്. ഇനി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിൽ നമുക്ക് ഒരു പ്രൈമറി കീ കൊടുക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ നെയിം പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാൻ പോവാന്ന് വിചാരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? വീണ്ടും ഓൾട്ടർ ടേബിൾ കൊടുത്തു. ഓൾട്ടർ ടേബിൾ എംപ്ലോയി. ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോപ്പ് യൂസ് ചെയ്തതുപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ആണ് കൊടുക്കുന്നത്. ആഡ് പ്രൈമറി കീ കൊടുക്കുക. ഏതാണോ പ്രൈമറിക്ക് ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാൻ ബ്രാക്കറ്റിൽ കൊടുക്കുക. എനിക്ക് നെയിം ആണ് പ്രൈമറിക്ക് ആഡ് ചെയ്യേണ്ടതെങ്കിൽ നെയിം കൊടുക്കുന്നു. ക്വറി ഓക്കെ ആയി. റൺ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ കണ്ടോ? പ്രൈമറിക്ക് നെയിം ആയിട്ട് വന്നു. കണ്ടോ? അപ്പൊ ഐ ഡി ഓൾറെഡി നള്ളായിരുന്നു. അപ്പം നമ്മൾ പ്രൈമറിക്ക് കൊടുത്തത് കൊണ്ട് നെയിം പ്രൈമറിക്ക് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ടേബിളിന്റെ പ്രൈമറിക്ക് ആഡ് ചെയ്യുന്നതും ഡിലീറ്റ് ചെയ്യുന്നതും. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. ഇത് ബേസ് ചെയ്തിട്ടായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ എടുക്കുന്നത്.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ. ഫോറിൻ കീ എന്ന് പറയുന്നത് മറ്റൊരു ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓൾറെഡി ഇപ്പൊ ഒരു ഡേറ്റാബേസിൽ തന്നെ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ആദ്യത്തെ ടേബിളിന്റെ പ്രൈമറി കീ ആയിരിക്കും അടുത്ത ടേബിളിൽ വരുന്ന ഫോറിൻ കീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു ടേബിളിൽ സ്റ്റുഡന്റിന്റെ ഐ ഡി പ്രൈമറി കീ ആണെന്ന് വിചാരിക്കുക. വേറൊരു ടേബിളിൽ ആ ഐ ഡി അതേ തന്നെയാണ്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫോറിൻ കീ എന്ന് പറയുന്നത്. ഓക്കെ. രണ്ട് ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈമറി കീ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സോറി ഫോറിൻ കീ യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോറിൻ കീ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡിപ്പാർട്ട്മെന്റ്, ഇതിലേക്ക് നമുക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ ഐ ഡി കൊടുക്കാം. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി പ്രൈമറി കീ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ. കോമ നെയിം കൊടുക്കാം. വാർക്കാർക്ക് കൊടുക്കുന്നു. ഓക്കെ. ഇപ്പൊ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം. ഈ ഒരു ടേബിളിൽ ഞാനിപ്പോ രണ്ട് കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ, ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും നെയിമും. ഇത് മാത്രം കൊടുത്ത് ഫസ്റ്റ് ഒന്ന് കാണിച്ചിട്ട്. ഓക്കെ. സ്പേസ് വന്നു. അതുപോലെ ഇൻറ്റ് കൊടുത്തില്ല. ഓക്കെ ആയി. അപ്പൊ നമുക്ക് ഈ ഒരു ടേബിൾ കണ്ടു നോക്കാം. DESSA ഡിപ്പാർട്ട്മെന്റ്, ഇതാണ് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. ഇതില് പ്രൈമറി കീ ഓൾറെഡി ഉണ്ട്, നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫോറിൻ കീ സെറ്റ് ചെയ്യാൻ വേണ്ടി അടുത്തൊരു ടേബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഞാനിപ്പോ ക്രിയേറ്റ് ടേബിൾ എം എന്ന് പറഞ്ഞൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇതിലേക്ക് ഞാൻ ഐ ഡി കൊടുക്കുവാണ്. ഈ ഐ ഡി എന്ന് പറഞ്ഞൊരു ഐ ഡി കൊടുത്തു. ഇൻറ്റ് ഇത് ഈ ടേബിളിലെ പ്രൈമറി കീ ആയിരിക്കും. സോ ഇവിടെ ഞാൻ പ്രൈമറി കീ കൊടുത്തു. രണ്ടാമത്തെ ടേബിളിലെ പ്രൈമറി കീ ആണ് ഇത്. സോ ഇവിടെ ഞാൻ പ്രൈമറി കീ കൊടുത്തു. ദെൻ ഈ നെയിം കൊടുക്കുന്നു. വാർക്കാറിൽ ഈ നെയിം കൊടുത്തു. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നേരത്തെ ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുക. അത് ഇൻറ്റ് ആണെങ്കിൽ ഇൻറ്റ് തന്നെ കൊടുക്കുക. കോമ ഇടുക. എന്നിട്ട് നമ്മൾ ഫോറിൻ കീ കൊടുക്കുക. ഫോറിൻ കീയുടെ സ്പെല്ലിംഗ് കറക്റ്റ് ആക്കുക. FOREIGN ആണ് ഫോറിൻ കീ. ഫോറിൻ കീ കൊടുക്കുക. ഓർക്കുക, കോമയിട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫോറിൻ കീ കൊടുത്തത്. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഏതാണോ ഈ കൂട്ടത്തില് ഫോറിൻ കീ അത് നമ്മൾ സെറ്റ് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ആണ് ഞാൻ ഇവിടെ ഫോറിൻ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാര്യം എന്താ, വേറൊരു ടേബിളിലെ പ്രൈമറി കീ ആണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത്. അപ്പൊ ആ ടേബിളിൽ നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി റെഫറൻസസ് എന്ന് കൊടുക്കാം. റെഫറൻസസ്, എന്നിട്ട് ടേബിളിന്റെ പേര് കൊടുക്കാം. നമ്മുടെ മറ്റേ ടേബിളിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. സോ റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുക. ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും എറർ വരും. സോ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. റെഫറൻസസ് ഡിപ്പാർട്ട്മെന്റ് സ്പേസ്, അവിടെ എന്താണോ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ പേര് അത് കൊടുക്കുക. അവിടെ ഇതിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ഐ ഡി തന്നെയാണ്, അത് കൊടുക്കുക. റൺ ചെയ്യുക. ഇപ്പൊ ക്വറി ഓക്കെ ആയിട്ടുണ്ട്. നമുക്ക് ടേബിൾ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ കണ്ടോ, പ്രൈമറി കീയും ഫോറിൻ കീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ടേബിൾസ് തമ്മിൽ എപ്പോഴും ഒരു കണക്ഷൻ കാണും. അതെന്താന്ന് വെച്ചാൽ ഈ ടേബിളിൽ എൻ്റർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഐ ഡി തന്നെയായിരിക്കും ഇവിടെയും നമ്മൾ എൻ്റർ ചെയ്യുന്നത്. മനസ്സിലായോ?
ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും നെയിമും ആണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. ഇതിൽ ഈ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈമറി കീ ആയിരിക്കും, പക്ഷെ വേറൊരു ടേബിളിലെ ഫോറിൻ കീ ആണ്. അതായത് ഈ ഒരു ടേബിളിലെ ഫോറിൻ കീ ആണ്. സോ ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും എപ്പോഴും സെയിം ആയിരിക്കും. ഡിപ്പാർട്ട്മെന്റിന്റെ നെയിമും ഐ ഡിയും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. എംപ്ലോയിയുടെ നെയിമും ഐ ഡിയും ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സോ ഈ രണ്ട് ടേബിൾസ് തമ്മിൽ കണക്ഷൻ കാണും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ? ജെനിമോൾ ആ ബാക്കിയെല്ലാം ഡിഫറെന്റ് ആയിരിക്കണം. യെസ്, വേറൊന്നും കുഴപ്പമില്ല. നമ്മൾ ഒരു ടേബിൾ പ്രൈമറി കീ സെറ്റ് ചെയ്തിരുന്നു, വേറൊരു ടേബിൾ ആ ഒരു കീ അതേപോലെ വരുന്നുണ്ടെങ്കിൽ, അതായത് ഈ രണ്ട് ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മൾ ഫോറിൻ കീ കൊടുക്കുന്നു. അത്ര മാത്രം. കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? ചെയ്തു വരുമ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ജോയിൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുതരാം. ഇപ്പൊ ഒന്ന് ചെയ്ത് നോക്കുക. കംപ്ലീറ്റ് ചെയ്തോ? ഹലോ?
ജെനിമോൾ. ഓക്കെ. സംശയം എന്താ ചോദിച്ചോളൂ. ഹലോ. കംപ്ലീറ്റ് ചെയ്തോ? അപ്പൊ നിങ്ങളത് ചെയ്യാൻ ഞാനിപ്പോ ഇവിടെ രണ്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണേ. നിങ്ങൾ നിങ്ങളുടെ ടേബിൾ വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി. ലോൺ സ്റ്റേറ്റ്മെന്റ് എന്റെ ടേബിൾ വെച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളേ. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ.
അപ്പൊ ഫസ്റ്റ് ടേബിളിൽ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ലേ. അപ്പൊ സെക്കൻഡ് ടേബിളിൽ എന്ത് ചെയ്യുക, ഫീ എന്ന് പറഞ്ഞ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് രജിസ്റ്റർ നമ്പർ, നെയിം, എമൗണ്ട്, ഈ മൂന്ന് കാര്യങ്ങൾ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇൻറ്റു ഫീ, ഫീ കൊടുക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഇൻസേർട്ട് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ എന്തൊക്കെയാണോ അത് കൊടുക്കുക. നമുക്ക് രജിസ്റ്റർ നമ്പർ ഇൻപുട്ട് ചെയ്യണം, അതുപോലെ നെയിം, എമൗണ്ട്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യേണ്ടത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. വാല്യൂസ് നമുക്ക് രജിസ്റ്റർ നമ്പർ നേരത്തെ ഉള്ള രജിസ്റ്റർ നമ്പർ തന്നെ കൊടുക്കാം, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം, അത് കുഴപ്പമില്ല. അപ്പം അതിലുള്ളത് തന്നെ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ദെൻ നെയിം കൊടുക്കുക, ദെൻ എമൗണ്ട് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്തത് നിർത്തിയിട്ട് ഇവിടെ നമുക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ടേബിൾ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, അപ്പൊ ടൈപ്പ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ടാണ്, അത്രയും ടൈം പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഇത് കോപ്പി ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് തന്നെ ചെയ്യുക, കാര്യം അത്രയും കൂടി പഠിക്കും. ഓക്കെ, ഇപ്പൊ ഞാൻ ടൈം പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോപ്പി ചെയ്തത്. അങ്ങനെ നമ്മൾ രണ്ട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണ്. സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ ടേബിളിൽ ഐ ഡി ഉണ്ട്, അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്ക് ഉണ്ട്. ഓക്കെ, രജിസ്റ്റർ നമ്പർ എന്ന് പറയുന്ന ടേബിളിൽ എന്തൊക്കെയുണ്ട്, രജിസ്റ്റർ നമ്പർ ഉണ്ട്, സോറി, ഫീ എന്ന് പറയുന്ന ടേബിളിൽ രജിസ്റ്റർ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, എമൗണ്ട് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എങ്ങനെയൊക്കെയാ ടേബിൾസ് ക്രിയേറ്റ് ചെയ്തതെന്ന് പറഞ്ഞേ. നിങ്ങളുടെ ടേബിളിൽ എന്തൊക്കെ കണ്ടന്റാ കൊടുത്തേ? ജെനിമോൾ എന്ത് രണ്ട് ടേബിൾസ് ഒക്കെ കൊടുത്തെന്ന് പറഞ്ഞേ. ഉം. ആ, ഓക്കെ, ബാക്കിയൊക്കെ സെയിം അല്ലേ? വാല്യൂസ് ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻസ് നമുക്ക് ത്രീ ടൈപ്പ് ഓഫ് ജോയിൻ ആണ് പഠിക്കാനുള്ളത്: ഇന്നർ ജോയിൻ, ലെഫ്റ്റ് ജോയിൻ, റൈറ്റ് ജോയിൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഒരു ജോയിൻ മാത്രം പഠിക്കാം. ഇപ്പൊ ഇന്ന് കൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്, പക്ഷെ അത് പറ്റില്ല. നമുക്ക് നാളെയും കൂടി ഒരു ക്ലാസ്സും കൂടി എടുക്കാം, എന്നിട്ട് നാളെ കൊണ്ട് തീർക്കാം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഇന്നർ ജോയിൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം, എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത്. അതായത് ഈ രണ്ട് ടേബിൾസിലുള്ള കോമൺ ആയിട്ടുള്ള വാല്യൂസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നർ ജോയിൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് കൊടുക്കുക, സെലക്ട്. ഫസ്റ്റ് ടേബിളിൽ നിന്ന് എന്തൊക്കെയാണോ വേണ്ടത് അത് ആദ്യം സെലക്ട്. ഫസ്റ്റ് ടേബിളിന്റെ പേര് സ്റ്റുഡൻസ് എന്നാണ്. സോ സ്റ്റുഡൻസ് കൊടുക്കുക. സ്റ്റുഡൻസ് ഡോട്ട് ഫസ്റ്റ് ടേബിളിലെ അഡ്മിഷൻ നമ്പർ എനിക്ക് വേണം, കോമ. അതുപോലെ തന്നെ സ്റ്റുഡന്റിന്റെ നെയിം വേണം എന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റുഡൻസ് ഡോട്ട് നെയിം വേണം. ഇത് രണ്ടുമാണ് എനിക്ക് ഫസ്റ്റ് ടേബിളിൽ നിന്ന് വേണ്ടത്.
ഓക്കെ. ഇനി സെക്കൻഡ് ടേബിളിൽ എന്താണ് വേണ്ടതെന്ന് കൊടുക്കുക. അപ്പൊ സെക്കൻഡ് ടേബിളിൽ നിന്നും എനിക്ക് എന്ത് വേണം? പി ഡോട്ട് രജിസ്റ്റർ നമ്പർ വേണമെന്ന് വിചാരിക്കുക സെക്കൻഡ് ടേബിളിൽ നിന്ന്. അതുപോലെ തന്നെ എമൗണ്ടും വേണമെന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? പി ഡോട്ട് എമൗണ്ട് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് സെക്കൻഡ് ടേബിളിൽ നിന്ന് വേണ്ടത്. ഓക്കെ. സെലക്ട് സ്റ്റുഡൻസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ, അതുപോലെ തന്നെ നെയിം, ഫീ ഡോട്ട് രജിസ്റ്റർ നമ്പർ, അതുപോലെ എമൗണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത്. അത് കൊടുത്തു. ഓക്കെ. ദെൻ ഫ്രം സ്റ്റുഡന്റ്, ഫസ്റ്റ് ടേബിളിന്റെ പേരാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫ്രം സ്റ്റുഡൻസ്, ഫസ്റ്റ് ടേബിളിന്റെ പേര് സ്റ്റുഡൻസ് എന്നാണ്. സോ സ്റ്റുഡൻസ് എന്ന് കൊടുക്കുക. നമ്മളിപ്പോ ഇന്നർ ജോയിൻ ആണ് യൂസ് ചെയ്യുന്നത്, രണ്ട് ടേബിളും കോമൺ ആയിട്ടുള്ളത്. സോ ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിളിന്റെ പേരാണ് കൊടുക്കേണ്ടത്. സെക്കൻഡ് ടേബിളിന്റെ പേര് ഫീ എന്നാണ്, അത് കൊടുക്കുക. ഇന്നർ ജോയിൻ ഫീ. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് സിൻടാക്സ് ആണ്, അതായത് സെലക്ട് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് ഫ്രം ഫസ്റ്റ് ടേബിള്, ദെൻ ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിള്, ദെൻ ഓൺ ഫസ്റ്റ് ടേബിൾ ഡോട്ട്, അങ്ങനെയാണ്. അപ്പം ഫസ്റ്റ് ടേബിളിന്റെ പേര് സ്റ്റുഡൻസ് എന്നാണ്. സോ സ്റ്റുഡൻസ് ഡോട്ട് ഫസ്റ്റ് ടേബിളിന്റെ നമ്മുടെ രജിസ്റ്റർ നമ്പറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. സോറി, ഫസ്റ്റ് ടേബിളിന്റെ അഡ്മിഷൻ നമ്പറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഫസ്റ്റ് ടേബിൾ ഡോട്ട് എനി കോളം ഈക്വൽ ടു, അതായത് ഫസ്റ്റ് ടേബിളിന്റെ അഡ്മിഷൻ നമ്പറും സ്റ്റുഡന്റ് ടേബിളിന്റെ അഡ്മിഷൻ നമ്പർ ഈക്വൽ ആണ് എന്തുമായിട്ട്? ഫീ ഡോട്ട് രജിസ്റ്റർ നമ്പർ. ഫീ എന്ന് പറയുന്ന ടേബിളിലെ രജിസ്റ്റർ നമ്പറുമായിട്ട് ഈക്വൽ ആണ്. ഓക്കെ. ഇതാണ് ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന അടയാളം. നമുക്ക് നോക്കാം. കൊറി ഓക്കെ കണ്ടോ? അപ്പൊ ഇന്നർ ജോയിൻ ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് ഒന്നുമില്ല, നോക്കുക. ഫീ എന്ന് പറയുന്ന ടേബിളിലെ രജിസ്റ്റർ നമ്പർ തന്നെയാണ് ഞാൻ ഈ അഡ്മിഷൻ എന്ന് പറയുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ കൊടുത്തിരിക്കുന്ന അഡ്മിഷൻ നമ്പർ ചിലതൊക്കെ. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ അറിയേണ്ടത് ഫീസ് കൊടുത്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഫീസ് കൊടുത്ത സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഈ ഫീ ടേബിളിലുള്ള രജിസ്റ്റർ നമ്പറും അതുപോലെ തന്നെ ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന രജിസ്റ്റർ അഡ്മിഷൻ നമ്പറിലും കോമൺ ആയിട്ട് വരുന്നത് ഏതൊക്കെയാന്ന് നോക്കുക. ഓക്കെ. കോമൺ ആയിട്ട് വരുന്നത് 101, 102, അതുപോലെ തന്നെ 105. ഇതാണ് ഈ ഫീ ടേബിളുമായിട്ട് വരുന്നത്. അപ്പൊ ഇത് രണ്ട് കോമൺ ആയിട്ട് വരുന്നവരെ മാത്രം ഇവിടുന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. കണ്ടോ? അത്രയും പേരാണ് ഈ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഈ ഒരു ടേബിളിൽ നിന്ന് ഫീസ് അടച്ചത്. അല്ലാതെ എക്സ്ട്രാ എന്തൊക്കെയാ വരുന്നത്? ഫീ എന്ന് പറയുന്ന ടേബിളിൽ എക്സ്ട്രാ അതേ രണ്ട് പേര് വരുന്നുണ്ട്. ഈ രണ്ട് പേരും സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ ഇല്ല. സോ ഇവര് ഇല്ല. ഓക്കെ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളില് ഈ മൂന്ന് പേര് മാത്രമേ ഫീസ് അടച്ചിട്ടുള്ളൂ. കാര്യം എന്താ? ഈ മൂന്ന് പേരെ നമ്മുടെ ഫീ എന്ന് പറയുന്ന ടേബിളിലുള്ളൂ. സോ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നവരെയായിരുന്നു നമുക്ക് ഇവിടെ പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. സോ രണ്ട് ടേബിളിലും കോമൺ ആയിട്ട് വരുന്നവരെയാണ് നമ്മൾ ഇന്നർ ജോയിൻ എന്ന് പറയുന്നത്. അതാണ് നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ രജിസ്റ്റർ നമ്പർ തന്നെ ഈ അഡ്മിഷൻ നമ്പറിന് പകരം രജിസ്റ്റർ നമ്പർ എന്ന് തന്നെ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. അതായത് ഇവിടുത്തെ രജിസ്റ്റർ നമ്പറും ഇവിടുത്തെ രജിസ്റ്റർ നമ്പറും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്നുമില്ല, നമ്മള് കോളേജിലൊക്കെ സ്റ്റുഡൻസിന്റെ റെക്കോർഡ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ ഫീസ് അടച്ച സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് മാത്രം നമ്മൾ വേറെ അടുത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അഡ്മിഷൻ നമ്പർ ആയിരിക്കുമല്ലോ പ്രൈമറി കീ. അഡ്മിഷൻ നമ്പർ യൂസ് ചെയ്തിട്ട് എത്ര സ്റ്റുഡൻസ് ഫീസ് അടച്ചെന്ന് ഇങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? ഇന്നർ ജോയിൻ യൂസ് ചെയ്ത്. തസ്നി ഓക്കെ ആണ്? ഓക്കെ, ചെയ്യുക. അപ്പോ നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലെങ്കിൽ ഇതൊന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി. ഓൺ സ്റ്റുഡൻസ് ഡോട്ട് അഡ്മിഷൻ നമ്പർ ഈക്വൽ ടു ഫീ ഡോട്ട് അഡ്മിഷൻ നമ്പർ എന്ന് കൊടുക്കുക. ഇവിടെ രജിസ്റ്റർ നമ്പറിന് പകരം. കണ്ടോ? ഈ ഈക്വൽ, അതായത് രണ്ട് ടേബിളും ഈക്വൽ ആയിട്ട് വരുന്ന എന്താണെന്ന് നമ്മൾ ഇവിടെ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. സിൻടാക്സ് നോക്കുക. ഫ്രം ഫസ്റ്റ് ടേബിൾ നെയിം ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിൾ നെയിം, അതാണ് ഇങ്ങനെ വന്നത്. കേട്ടോ? സെലക്ട് സ്റ്റാർ എന്ന് കൊടുക്കാം. ഇവിടെ സെലക്ട് സ്റ്റാർ കൊടുക്കാം. സെലക്ട് സ്റ്റാർ കൊടുത്ത് കാണിച്ചു തരാം. സെലക്ട് സ്റ്റാർ കൊടുത്തു. നോക്കട്ടെ, സ്റ്റാർ കൊടുത്ത് ചിലപ്പോൾ അത് വർക്ക് ചെയ്യില്ല. നമുക്ക് നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം ഫസ്റ്റ് സ്റ്റുഡന്റ്, ഫസ്റ്റ് ടേബിളിന്റെ നെയിം, ദെൻ ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിളിന്റെ പേര് ഫീ. ഓക്കെ. അപ്പോൾ സെലക്ട് സ്റ്റാർ കൊടുത്തപ്പോൾ കിട്ടി. സെലക്ട് സ്റ്റാർ കൊടുത്ത് എന്താ?
ടേബിളിലെ എല്ലാ കാര്യങ്ങളും പ്രിന്റ് ചെയ്യിക്കുക. നേരത്തെ നമ്മൾ കൊടുത്ത എന്തായിരുന്നു, സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ നമ്പറും നെയിമും മാത്രം കിട്ടിയാൽ മതിയായിരുന്നു ഫസ്റ്റ് ടേബിളിൽ നിന്ന്. അതുപോലെ സെക്കൻഡ് ടേബിളിലെ ഫീയും എമൗണ്ട് മാത്രം കിട്ടിയാൽ മതി, സോറി രജിസ്റ്റർ നമ്പറും എമൗണ്ട് മാത്രം കിട്ടിയാൽ മതിയായിരുന്നു. സെലക്ട് സ്റ്റാർ കൊടുത്തപ്പോൾ എന്ത് കിട്ടി, ഈ രണ്ട് ടേബിളും കോമൺ ആയിട്ട് വരുന്ന ആരൊക്കെയാണോ അവരെല്ലാവരും ഇവിടേക്ക് പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്ലിയർ ആയോ? അതായത് സ്റ്റുഡന്റ് ID 1 to 5, രജിസ്റ്റർ നമ്പർ 101, 102, 105, ഇവരാണ് ഫീസ് അടച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ രണ്ട് ടേബിളും ഒരേ കോളം നെയിം വെച്ചിട്ട് എങ്ങനെയാ ചെയ്യുന്നതെന്ന് കൂടി പറഞ്ഞുതരാം. മാം, രണ്ട് ടാബ് ക്രിയേറ്റ് ചെയ്തതിലെ ഫോറിൻ കീ യൂസ് ചെയ്ത് കണക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഫോറിൻ കീ കൊടുത്തിട്ടില്ല. നമ്മൾ പ്രൈമറി കീ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ നമ്മൾ രണ്ട് ടേബിൾസ് തമ്മിൽ കണക്ട് ചെയ്യുക ജോയിൻ യൂസ് ചെയ്ത്. അത് കൊടുത്താലും കുഴപ്പമില്ല, വർക്ക് ചെയ്യും. നോർമൽ ആയിട്ടുള്ള ടേബിൾ ആണെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. നമുക്ക് നാളെ കൂടി ഇതിന്റെ ഒരു ക്ലാസ് കൂടി വെക്കാം. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നിട്ട് ചോദിക്കുക ആ ഡൗട്ട്സ് ഒക്കെ. പിന്നെ ഈ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത്. കാര്യം നിങ്ങൾ ആദ്യമായിട്ടല്ലേ ഇത് ചെയ്യുന്നത്. സോ മാക്സിമം ടൈപ്പ് ചെയ്ത് നോക്കുക, ഇല്ലെങ്കിൽ സിൻടാക്സ് എറർ ഉണ്ടാവും. എന്ത് പറ്റി? കേട്ടില്ല ജെനിമോ. ആ, ആ, അതെ. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ ക്വറീസ് സ്റ്റോർ ആവില്ല. ഈ നമ്മൾ ക്വറീസ് യൂസ് ചെയ്ത് ചെയ്യുന്ന ഔട്ട്പുട്ട് സ്റ്റോർ ആവും. ഓക്കെ, നമ്മൾ എന്ത് ഔട്ട്പുട്ട് ക്വറി നമ്മളിവിടെ ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് ആയിരിക്കും സ്റ്റോർ ആവുന്നത്. ക്വറീസ് എല്ലാം പോകും. ഓക്കെ, സിൻടാക്സ് മനസ്സിലാവാത്തതൊന്നും ഉണ്ടോ? ഇന്നർ ജോയിന്റ് ഫ്രം കൊടുത്തിട്ട് ഫസ്റ്റ് ടേബിളിന്റെ പേരാണ് കൊടുക്കേണ്ടത്, ഇന്നർ ജോയിൻ സെക്കൻഡ് ടേബിളിന്റെ പേരാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് രണ്ട് ടേബിളിലും ഈക്വൽ ആയിട്ട് വരുന്ന ഏത് കോളമാണോ അത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ചെയ്തയച്ചാൽ പിന്നെ അതുപോലെ തന്നെ ആ ഡൗട്ട് ഉള്ളത് 24ാമത്തെ ക്വസ്റ്റ്യൻ അല്ലായിരുന്നോ? ഫൈൻഡ് ദ എംപ്ലോയീസ് വിത്ത് മാക്സിമം സാലറി. മാക്സ് യൂസ് ചെയ്ത് ചെയ്താൽ മതി. മാക്സ് യൂസ് ചെയ്ത്, അതായത് സാലറി കൊടുക്കുക, ഫൈൻഡ് ദ സാലറി കൊടുക്കുക മാക്സ് ആയിട്ട്. ഓക്കെ, എന്നിട്ട് ഏത് സാലറി ആണോ അത് എംപ്ലോയി, അതിന് കറസ്പോണ്ടിങ് നെയിം ആയിട്ടുള്ള എംപ്ലോയിയുടെ മനസ്സിലായോ? അതായത് കൂട്ടത്തില്
മാത്രം പ്രിന്റ് ചെയ്താൽ മതി. നെയിം പ്രിന്റ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ അത് ഏതാണ്. ഓക്കെ. 21ഓ? 21 എന്ന് പറയുന്നത് DSC നമ്മൾ പഠിച്ചില്ല, അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ആക്കാനായിട്ട്. ഓർഡർ ഓർഡർ പഠിച്ചില്ലേ നമ്മള്? ഓർഡർ ASC പഠിച്ചില്ലേ? പഠിച്ചായിരുന്നല്ലോ. ലൈക്ക് കഴിഞ്ഞിട്ടായിരുന്നു നമ്മൾ പഠിച്ചത് ഓർഡർ. പഠിച്ചില്ലെങ്കിൽ നമുക്ക് അതൊന്നും കൂടി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എങ്കിൽ ഞാൻ ദേ ഇവിടെ ഒന്ന് കാണിക്കാം, ജസ്റ്റ് ഒന്ന് നോക്കുക ഓർഡർ ബൈ എങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഒരു ടേബിൾ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ടേബിളിൽ ഓർഡറിൽ പ്രിന്റ് ചെയ്യണം, നെയിം ഓർഡറിൽ പ്രിന്റ് ചെയ്യണം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ദേ ഇവിടെ കൊടുക്കുവാണ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഓർഡർ ബൈ കൊടുക്കും. ഓർഡർ ബൈ നെയിം, ഓർഡർ ബൈ നെയിം തന്നെ കൊടുത്താൽ മതി. അപ്പോഴേക്കും നെയിം ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കിട്ടും കേട്ടോ, ആൽഫബറ്റിക് ഓർഡറിൽ നെയിം പ്രിന്റ് ചെയ്ത് കിട്ടും. പക്ഷെ ഐഡിയ ഒക്കെ മാറും. അപ്പം സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ്, ഓർഡർ ബൈ ഐഡി ആണെങ്കിലോ, അല്ലെങ്കിൽ ഐഡി വേണ്ട, മാർക്ക് കൊടുക്കാം. ഏറ്റവും വലിയ മാർക്ക് വെച്ചിട്ട് കിട്ടാനാണെങ്കിൽ കണ്ടോ, മാർക്ക് ഓർഡറിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഏറ്റവും കുറഞ്ഞ മാർക്കായിരിക്കും മേളില്, ബാക്കി താഴെ, അങ്ങനെ പ്രിന്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി ഇനി സ്റ്റുഡന്റ് ഐഡി നമുക്ക് എന്താ ഡിക്രീസിങ് ഓർഡറിലാണ് കിട്ടേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ചെയ്യാനായിട്ട് പറ്റും. ഓർഡർ ബൈ STDID, ഓർഡർ ബൈ STDID ESSC എന്ന് കൊടുക്കുക. ഡിസെൻഡിങ് എന്നാണ്, അപ്പൊ ഡിസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്ത് കിട്ടും. STDID അത് അസെൻഡിങ്ങിൽ കൂടെ നോക്കാം. ASSC ആണ് അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അസെൻഡിങ് ഓർഡറിൽ പ്രിന്റ് ചെയ്തിട്ട് കണ്ടോ, ഡിസെൻഡിങ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഓർഡറിൽ, അസെൻഡിങ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഓർഡർ. കണ്ടോ, ഇങ്ങനെയാണ് ഓർഡറിൽ പ്രിന്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, ഓക്കെ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ആവാം. ലെഫ്റ്റ് ആയിട്ട് 22ാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓക്കെ, അപ്പൊ കൗണ്ട് നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ? അപ്പോ ഏതാണ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ പഠിച്ചില്ലായിരുന്നു അല്ലെ? അപ്പോ ഞാൻ പറയാം, ഇപ്പോ ഏതെങ്കിലും ഒരു വാല്യൂ നള്ളാണെന്ന് വിചാരിക്കാം. നള്ളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, അവിടെ വാല്യൂ കാണില്ല. പ്രൈമറി കീയിൽ ഒരിക്കലും അങ്ങനെ വരില്ല. വേറെ ഏതെങ്കിലും ഒരു കോളത്തിൽ ഒരു വാല്യൂ അവിടെ കാണില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ കൗണ്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്നലെ ചെയ്ത ടേബിൾസിൽ ഫുള്ളും എല്ലാ വാല്യൂസും ഉണ്ടായിരുന്നു. സോ സ്റ്റാർ കൊടുത്ത് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. സോ അങ്ങനെയുള്ള കേസിലല്ലാതെ ഓരോ കോളം വെച്ചാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം. സെലക്ട് ഡിപ്പാർട്ട്മെന്റ്, ഞാൻ എന്താണോ അവിടെ കൊടുത്തിരിക്കുന്നത്, ഇവിടത്തെ കേസിൽ ഞാനിപ്പോ അഡ്മിഷൻ നമ്പർ ആണ് കൗണ്ട് ചെയ്യാൻ പോകുന്നത് വിചാരിക്കാം. സോ എന്ത് ചെയ്യുക, സെലക്ട് അഡ്മിഷൻ നമ്പർ കൊടുക്കുക, ദെൻ കൗണ്ട് കൊടുക്കുക. അഡ്മിഷൻ നമ്പറിൽ ആരൊക്കെ ഉണ്ട് അവരെല്ലാരെയും കിട്ടണം. സോ സ്റ്റാർ കൊടുക്കുക, ഫ്രം ടേബിളിന്റെ പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, ഗ്രൂപ്പ് ബൈ വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമുക്ക് ഗ്രൂപ്പ് ബൈ യൂസ് ചെയ്ത് ചെയ്ത് നോക്കാം.
ഓക്കെ, എറർ ആണോ വന്നത്? സെലക്ട് സെലക്ട് അഡ്മിഷൻ നമ്പർ ആണ് സെലക്ട് ചെയ്യേണ്ടത് വിചാരിക്കുക. എല്ലാരെയും കൗണ്ട് ചെയ്യണം. ഫ്രം സ്റ്റുഡൻസ് ഗ്രൂപ്പ് ബൈ കൊടുത്ത് ചെയ്ത് നോക്കാം. ഗ്രൂപ്പ് ബൈ അഡ്മിഷൻ നമ്പർ. അഡ്മിഷൻ നമ്പറിൽ എല്ലാരെയും കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാരെയും ഗ്രൂപ്പ് ചെയ്യുവാണ്. ഗ്രൂപ്പ് ബൈ ഓക്കെ. ഇപ്പൊ എന്താ ഇങ്ങനെ വന്നതെന്ന് വെച്ചാല് കൗണ്ട് സ്റ്റാർ എന്ന് പറയുന്നത് എല്ലാവരും അവിടെ ഉണ്ടല്ലോ. സോ അതുകൊണ്ട് അവിടെ നൾ വാല്യൂ ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു എറർ വന്നത്. കണ്ടോ, സ്റ്റാറിലാണ് എറർ കാണിക്കുന്നത്. അപ്പൊ വാല്യൂ ഇല്ലാതെ നൾ ആക്കിയിരുന്ന സമയത്ത് ആ ഓക്കെ ഓക്കെ. അപ്പോ എന്തായാലും നിങ്ങൾ സ്റ്റാർ കൊടുക്കുമ്പോ ഇങ്ങനെ കിട്ടില്ല. എത്രയാണോ ഉള്ളത് കോമൺ ആയിട്ട് അത് മാത്രമേ നമുക്ക് കിട്ടൂ. സ്റ്റാർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് എല്ലാവരും എഴുതാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്. അഡ്മിഷൻ നമ്പറിൽ അവിടെ നൾ വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സെയിം തന്നെയായിരിക്കും കിട്ടുന്നത്. എങ്ങനെ നോക്കിയാലും ഒരു പ്രാവശ്യമേ ഉള്ളൂ. കണ്ടോ, ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ബൈ അത് മാത്രമേ ഉള്ളൂ നമ്മൾ വിട്ടുപോയത്. അതായിരുന്നു അവിടെ ആഡ് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കുക കിട്ടാത്തവര്.